മരിച്ചുപോയതാണ്. ആർക്കും കാണാൻ കഴിയില്ല. പിന്നെ നീ എങ്ങനെ കാണുന്നേ? എന്താ, മരിച്ചുപോയെന്നോ? നിനക്കെന്താ വല്ല വട്ടുമുണ്ടോ? മരിച്ചുപോയവരെങ്ങനെ ഇവിടെ ഇരിക്കുക? അയ്യോ, ഞാൻ ഇവൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഇത് നോക്ക്. ആ, വെള്ളത്തിൽ നിനക്ക് എന്നെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? നിന്റേത് അവിടെ കാണുന്നുണ്ടല്ലോ. എന്താ റിഫ്ലക്റ്റോ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മുടെ മുഖം കാണുന്നത്. അതായത് വെള്ളത്തില് എന്നെ കാണാൻ പറ്റുന്നില്ല, നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഏയ് സുബി, നിനക്കെന്താ ഇവിടെ പരിപാടി? മുത്തശ്ശി വിളിക്കുന്നുണ്ട്, വാ. ഏയ്, നിന്റെ പേരെന്താ? ആദ്യം നിന്റെ പേര് പറ. എന്റെ പേര് സിഹി. SIHI, S ക്യാപിറ്റൽ. ഏയ്, നിന്റെ പേരെന്താ? എന്റെ പേര് സുബി, സുബലക്ഷ്മി എന്നാണ്. ഏയ്, നീയും S ക്യാപിറ്റൽ ആണോ? ഏയ് സുബി, ആരോടാ നീ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അതാ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, അവളോടാ. അവിടെ ആരും ഇല്ലല്ലോ. വാ, നമ്മൾ താമസിച്ചു, പോവാൻ നോക്കാം. ഞാനും അവളും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. റാം, ഇന്നത്തെ പൂജയൊക്കെ വളരെ നന്നായി നടന്നല്ലേ? നമ്മുടെ സിഹി എന്ത് രസമായിട്ട് ഡാൻസ് കളിച്ചെന്നറിയാവോ? നിങ്ങളത് വെറുതെ മിസ് ചെയ്തില്ലേ? ഞാൻ ഡാൻസ് കളിച്ചോ? അതെപ്പോ? സിഹിക്ക് എങ്ങനെ ഡാൻസ് കളിക്കാൻ കഴിയാ സീത? സാർ, ലഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ശരി സാറേ. പോയാലോ? അച്ഛാ, അമ്മേ, നിങ്ങൾ എന്നെ ഇവിടെ ആക്കിയിട്ട് പോവാണോ? എന്ത് രസമായിട്ടാ ഡാൻസ് കളിച്ചെന്നറിയാവോ? ഇടയ്ക്ക് അവള് സ്റ്റെപ്സ് മറന്നുപോയി. ഞാനാ പോയി പറഞ്ഞു കൊടുത്തേ. നിങ്ങളാണോ പറഞ്ഞു കൊടുത്തത് അമ്പലത്തിൽ നിന്ന് ഡാൻസ് കളിക്കണമെന്ന്?
സീത, എനിക്കിപ്പോ എന്താ നിന്നോട് പറയേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മളെ വിട്ടുപോയ സിഹി എങ്ങനെ ഡാൻസ് കളിക്കുക? റാം, സീത, ആക്ച്വലി നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ പറയാനേ. അതെയോ? അച്ഛനും മോളും കൂടെ ചേർന്ന് എന്തൊക്കെ സർപ്രൈസ് എനിക്ക് തരുന്നേ. സീതയുടെ ഹെൽത്ത് വളരെ മോശമായെന്നല്ല അവരുടെ ഡോക്ടർ പറഞ്ഞത്. എനിക്കിനി സീതയുടെ സന്തോഷം നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാ. റാം, ഇങ്ങോട്ട് എന്തിനാ പോകുന്നത്? നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലേ? എന്തിനാ ചിരിക്കുന്നത്? നിനക്കൊരു സർപ്രൈസ് കൂടി ഉണ്ട് സീത. ഇനിയും സർപ്രൈസ് ഉണ്ടോ? ഓ, ഒരു ദിവസം എത്ര സർപ്രൈസ് റാം നിങ്ങൾ എനിക്ക് തരുന്നത്. സിഹി, നിന്റെ അച്ഛനും നിന്നെ പോലെ തന്നെ പെരുമാറുന്നത്. നീ നിന്റെ സീതമ്മയ്ക്ക് എപ്പോഴും സർപ്രൈസ് തരും, അതുപോലെ തന്നെ നിന്റെ അച്ഛനും. ശരിയാ സീത, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇപ്പൊ എന്റെ സന്തോഷത്തിന് എന്ത് കുറവാ ഉള്ളത്? ഇത്ര സ്നേഹമുള്ളൊരു ഭർത്താവ്, ചക്കര മോള്, എന്നെ സന്തോഷമായിട്ട് നടത്തുന്ന ഒരു കുടുംബം. ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനായിരിക്കും. നിനക്കൊരിക്കലും താങ്ങാൻ കഴിയാത്തൊരു വേദന നിന്റെ ലൈഫിലുണ്ട് സീത. പക്ഷെ അത് നീ അറിഞ്ഞിട്ടില്ല. പാവം, നീ നിന്റേതായ ലോകത്ത് ഹാപ്പിയാണ്. റാം, ഈയിടെയായിട്ട് നിങ്ങൾ ആദ്യത്തെ പോലെ എന്നോട് സംസാരിക്കുന്നതേ ഇല്ല. എന്ത് ചോദിച്ചാലും സൈലന്റ് ആയിട്ട് എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല സീത, നിന്നോട് സംസാരിക്കാതെ ഞാൻ ആരോട് സംസാരിക്കാനാ? നിങ്ങളിപ്പോ എന്നെക്കാട്ടി കൂടുതൽ സിഹിയുടെ അടുത്ത് സംസാരിക്കാറ്. അച്ഛനും മോളും ഇപ്പൊ ഒരു ടീം, ഞാൻ വേറെ ടീം. ചേച്ചേ, അങ്ങനെ പറയല സീത, നമ്മൾ മൂന്നുപേരും ഒരു ടീമല്ലേ? സുബി, എന്റെ പുണ്യം എന്റെ മോള്, നീ ഉള്ളത് കൊണ്ടാ ഇന്ന് നമുക്ക് ജോലി കിട്ടിയത്. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും 2 ദിവസം നമുക്ക് കഴിക്കാനുള്ള വകയായി. അതെ സുബി, അതും കൂടാതെ ഡാൻസ് കളിച്ച് നീ 500 രൂപ സമ്പാദിച്ചില്ലേ? മിടുക്കി കുട്ടിയെ നീ. മതി മതി, വല്ലാതെ അങ്ങ് തള്ളണ്ട. മതി. ഇപ്പൊ അവള് കയറിലൂടെ നടക്കുന്നേ. ഇനി അവളെ ആകാശത്തോടെ പറക്കും. എന്താ തമ്മാനെ? എന്നെ കുറിച്ച് പറഞ്ഞ നിനക്ക് എന്താ കുഴപ്പം? വന്നിരിക്ക വയറില്ലാത്ത കുട്ടിക്കോഴി. No ID, only friendship, okay? തമ്മാനെ, നിന്റെ അടുത്ത് എന്താ ഒരു സഞ്ചി? എന്താടാ അത്? ഗ്രാൻഡ് ബാ, അതാ ശ്രീരാമന്റെ കാറിന്ന് ചൂണ്ടിയതാ. എടാ കുട്ടിലിംഗം, ദിസ് ദാറ്റ് കാറല്ലേ? ഏതാ ചേട്ടാ? അവന്റെ ശ്രീരാം ദശയുടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ലേ? ആ, അത് തന്നെ. അന്ന് പൈസ കിട്ടിയ പോലെ ഇന്നും എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷേ ഈ കാറ് നമ്മൾ എങ്ങനെ തുറക്കും? അതിനല്ലേടാ ഈ ജാക്കി ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നേ. കമ്മു. ഏയ്, ഓപ്പൺ ആയടാ. കിട്ടിയോ? ഒന്നും കിട്ടിയില്ലടാ. ജാക്കി ചേട്ടാ, ഇവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ട്. എടുത്തോ എടുത്തോ. ആണോ? മുത്തശ്ശ, ഞാൻ തുറന്നു നോക്കട്ടെ? നോക്ക് മോളെ.
ജാക്കി, ഇതിപ്പോ ഒരു കുടമാണല്ലോ. ചിലപ്പോ ഇതില് സ്വർണ്ണ നാണയമായിരിക്കും. ഇത് മുഴുവൻ ചാരമാണല്ലോ. ഐ ഡോണ്ട് നോ സുബി, ഇതെന്താടാ കുട്ടിലിംഗം? എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? ഇത് പൈസയാണെന്ന് കരുതിയല്ലേ ഞാൻ എടുത്തോണ്ട് വന്നേ. ആരുടെ ചിതയാണോ എന്തോ. ആദ്യം പോയിട്ട് ആ കുടുക്ക കളഞ്ഞിട്ട് വാ. അല്ല, എടുക്കുമ്പോ നോക്കിയിട്ട് എടുക്കണമെന്നുള്ള ബോധമൊന്നുമില്ലേ? കണ്ണീ കാണുന്നതൊക്കെ എടുത്തിട്ട് വരുവോ? ഈ ജാക്കി ചേട്ടനാ എടുക്കാൻ പറഞ്ഞേ. എന്താടാ ജാക്കി ഇത്? അല്ല, ഇതിലെങ്ങനെ ഈ ചാരം വന്നേ? ആരുടെങ്കിലും അസ്ഥിയായിരിക്കും. അമ്പലത്തിനടുത്തുള്ള നദിയില് നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. ഷേ, നമ്മുടെ എഫർട്ടെല്ലാം വേസ്റ്റ് ആയി പോയല്ലോ. പോയ പണി നോക്കുന്നതിന് പകരം എന്തോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കണ്ടില്ലേ? ദേ നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ മോഷ്ടിച്ചെടുത്തൊന്ന് പിന്നെ മോഷ്ടിക്കരുത്. പിടിക്കപ്പെടാനുള്ള ചാൻസ് അവിടെ കൂടുതലാ. സോറി ഗ്രാൻഡ്പാ, മണി കിട്ടുമെന്ന് ഓർത്ത്. കാണിച്ച പണിയായിരിക്കും ഇതല്ലേ? ആരുടെ അസ്ഥിയാണോ എന്തോ. ആദ്യം കൊണ്ടുപോയി കളഞ്ഞിട്ട് വാ. ഇതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. കാവേരി, ഇതെടുത്തു വെക്ക്. ഞാൻ വന്നിട്ട് എണ്ണിക്കോളാം. കാവേരി, ഇങ്ങ് വന്നേ. ഇതിപ്പോ ഞാൻ എവിടെ കൊണ്ട് കളയാനാ? ഇപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ, നൈറ്റ് ആയി കഴിയുമ്പോ എവിടെയെങ്കിലും കൊണ്ട് കളയാം. കമോൺ. സുഖാണോ? ആസ്വാദിക്കുന്നു. റാം, ഇതാണോ സർപ്രൈസ്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതെന്താ റാം അങ്ങനെ ചോദിക്കുന്നേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ സന്തോഷം തോന്നാത്ത പെണ്ണുങ്ങളുണ്ടോ? ഞാൻ കൊറേ ദിവസമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്തായാലും നന്നായി നിങ്ങൾ കൊണ്ടുവന്നത്. സിഹി, നമ്മൾ എങ്ങോട്ടാ വന്നെന്ന് നോക്കിയേ. മുത്തശ്ശനും മുത്തശ്ശിക്ക് സർപ്രൈസ് കൊടുക്കാം. വാ, 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 വാ. അമ്മേ, അച്ഛാ, സീത, സുഖാണോ എന്റെ മോൾക്ക്? അമ്മേ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? അത് നീ വന്നില്ലേ, ആ സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞതാ. വാ,
ഇരിക്കും മോളെ, വരൂ അച്ഛാ. ഇവിടെ ഇരിക്കും മോളെ. കണ്ടോ, സീതമ്മയോട് മാത്രമാ സംസാരിക്കുന്ന, എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതേ മുഖം വീർപ്പിച്ചു തുടങ്ങി അവള്. എന്റെ ചക്കര മോള്. നിങ്ങൾ വന്നപ്പോ ഒരുപാട് സന്തോഷായി. അമ്പലത്തിൽ ഇന്ന് മോളുടെ പേരില് ഒരു പൂജ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങിയതാ. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് റാം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് നന്നായി. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അയ്യോ അമ്മേ, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട, അതൊന്നും വേണ്ട. ഓ, എനിക്കൊന്നും വേണ്ടമ്മേ. സിഹി കുറച്ചു നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അമ്പലത്തിൽ വെച്ച് ഇവളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവൾക്കൊരു ഗ്ലാസ് പാല് മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചൂടായിക്കോളാം. നിങ്ങളിരുന്നോ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എങ്ങനെ നീ ഇവിടെ വന്നേ? എങ്ങനെ വന്നേന്നോ? നിങ്ങളെല്ലാരും വന്ന ഓട്ടോയിൽ കയറി വന്നു. എന്ത്? ഞങ്ങള് വന്ന ഓട്ടോയിലോ? നീ ലൂസാണോ? ഞാൻ ലൂസൊന്നും അല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നോടൊന്ന് സംസാരിക്കാനാ. അല്ല, നീ എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കയറിയേ? ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല. വേറെ ആരും നിന്നെ കണ്ടില്ലേ? നിനക്കറിയില്ലേ, എന്നെ ആർക്കും കാണാൻ പറ്റില്ല, നിനക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ ഈ ലോകത്ത് നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. വലിയ നുണച്ചിയാ നീ. വാ തുറന്ന കള്ളം മാത്രാ പറയുന്നേ. അല്ല, നീ ഇനി വളച്ചു ചുറ്റിയൊന്നും പറയണ്ട. ഇനി എന്താ ഉള്ളേന്ന് നേരെ പറ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ അറിയുന്ന എല്ലാവരും എന്നോട് സ്വീറ്റ് ആയിട്ടാ സംസാരിക്കുക. ഞാനും തിരിച്ചങ്ങനെയാ. പക്ഷെ നീ മാത്രം എന്താ എന്നോട് ദേഷ്യമുള്ള പോലെ? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാ. നോക്ക്, ഇവിടുന്ന് വേഗം പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിനെ വിളിച്ച് വേഗം ഓടിക്കും ഇവിടുന്ന്. നീ പറഞ്ഞാലും എന്നെ ആർക്കും കാണാൻ പറ്റില്ല. അയ്യോ, നിന്നെ എന്താ ആർക്കും കാണാൻ പറ്റാത്തെ? കാരണം ഞാൻ മരിച്ചു പോയതാ. കണ്ടോ, വെറും കള്ളം. ഒരു തലവേദനയാണല്ലോ ഇവള്. കളവല്ല സുബി, ഞാൻ സത്യമായിട്ടാ നിന്നോട് പറയുന്നേ. നീ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. തമ്പാട്ടി ഒന്ന് പോയി തരാമോ? എന്താ നോക്കി പിടിപ്പിക്കുന്നേ? നോക്കി പിടിപ്പിച്ച കണ്ണ് ഞാൻ പറിച്ചെടുക്കും. അമ്മേ, ഇതെന്താ ബോക്സിലാണല്ലോ ഭക്ഷണം ഉള്ളത്? നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? അമ്മ എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? വയ്യായിക ഒന്നും ഇല്ല മോളെ. ഇന്ന് വീട്ടിലേക്ക് സിഹയുടെ സ്കൂളിൽ ഒരു ടീച്ചർ വന്നായിരുന്നു. മുമ്പ് ഇവിടെ താമസിച്ച ഒരു ശ്രീനിവാസിനെ ഓർമ്മയുണ്ടോ? അയാളുടെ ഏട്ടന്റെ മോളെ ഇവള്. വളരെ നല്ല കുട്ടിയാ. അവളുടെ വീട്ടിൽ എന്തോ ഉണ്ടാക്കിയപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അമ്മേ, അവളുടെ പേരെന്താ? നയന എന്നാ. നയന ടീച്ചറോ? അവരിപ്പോ ഇവിടെയാണോ ഉള്ളത്? സിഹി, നീ കേട്ടോ? സിഹിയുടെ ഫേവറേറ്റ് ടീച്ചർ അമ്മേ അവര്. വളരെ നല്ലവരാ. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവരെവിടെയാ ഉള്ളത്? നീ ഇവിടെ നിക്ക് മോളെ, ഞാൻ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വരാം. ശരി അമ്മേ, ഞാൻ പാലൊന്ന് ചൂടാക്കട്ടെ. അമ്മേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിൽ സിഹിക്ക് കുറച്ച് ഗജ്ജാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാവോ? ഞാൻ എത്ര തവണ ഉണ്ടാക്കി കൊടുത്തിട്ടും അവൾക്കത് ഇഷ്ടാവുന്നില്ല. ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കുന്ന ഗജ്ജാലൊക്കെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വേണ്ടെന്നാ പറയുന്നേ.
ലക്ഷ്മി എന്നാണോ? നീയും എസ് ക്യാപിറ്റലാ? എന്ത് ക്യാപിറ്റലോ? നിനക്ക് ക്യാപിറ്റൽ ലെറ്റർ ഒന്നും അറിയില്ലേ? അത് സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. അല്ല, നീ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്?